നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നോമ്പ് കാലത്തിൻ്റെയും മറ്റ് ആഘോഷങ്ങളുടെയും മധുരമായ ഓർമ്മകളുമായി മലബാറിൻ്റെ തനത് രുചിയായ ഉന്നക്കായയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നോമ്പ് കാലത്തുനിന്ന് മാത്രമല്ല, എന്ത് സ്പെഷ്യൽ ഒക്കേഷൻ വന്നാലും ഇനി വെറുതെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസും അതുപോലെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കാണാം. നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടി 2 പഴമാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് പഴുത്ത പഴമല്ല ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടി സാധാരണ നമ്മൾ എടുക്കുക. അപ്പോൾ തേങ്ങ ചിരകിയത് വേണം, അതൊരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഞാൻ ഡേറ്റ്സ് കൂടെ എടുത്തിട്ടുണ്ട്, ഒരു 3 എണ്ണം അത്ര എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എടുത്തത്. അപ്പോൾ പഴം ഞാൻ പറഞ്ഞല്ലോ, നല്ല ഒരുപാട് പഴുത്തത് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണേ. അവസാനം ലൈക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് പഴം ഉണ്ടല്ലോ, പഴം ഒന്ന് വേവിച്ചെടുക്കണം. ആവി കയറ്റി പുഴുങ്ങിയെടുക്കാൻ പറയില്ല, അങ്ങനെ ചെയ്യാണ്. അപ്പം നമുക്കത് ആവിയിൽ വെച്ചിട്ട് വേവിക്കാം, അല്ലെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്ത് കോരുകയാണ്. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടെ എടുക്കുന്നുണ്ട്. ഫുള്ള് നെയ്യാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ മുന്തിരി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇട്ടാൽ, എന്നിട്ട് ഇത് ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആവരുത്, തേങ്ങയിലെ വെള്ളം മുഴുവൻ പറ്റുന്ന അതുപോലെ ആക്കണ്ട, അപ്പോൾ കുറച്ച് ഹാർഡായിരിക്കും. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഈന്തപ്പഴം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഉടച്ച് ഒന്ന് ഇതാക്കുക. കളറൊന്നും മാറണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് പഞ്ചസാര ഇടുക. പഞ്ചസാര ഒന്ന് എല്ലായിടത്തും ഇളക്കി എത്തുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടിയും കൂടെ ഇടാം. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഫില്ലിങ് റെഡിയായിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പഴത്തിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അത് ആവി കയറ്റി വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ പുറത്തും ഇങ്ങനെ നാരുണ്ടാവും, അതുപോലെ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലുണ്ടാവില്ല ആ കറുത്ത നാരും അതിൻ്റെ കൂടെ, അതും ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. കാരണം നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ നാരുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ കുഴച്ചെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം അതൊന്ന് പോക്കിയതിന് ശേഷം നല്ലപോലെ ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ഉടച്ചതിന് ശേഷം ഒന്ന് ചൂട് തണിയുമ്പോൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. കുറച്ച് ഓയിലും കൂടെ ചേർക്കുക, കാരണം ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയും കയ്യിൽ പറ്റാതിരിക്കാൻ വേണ്ടി. ഇനിയിപ്പം ഇത്തിരി വെള്ളമായി, നമ്മൾ ആവി കയറ്റിയിട്ടൊക്കെ വേവിക്കുമ്പോൾ വെള്ളമാവുകയാണ്, വെള്ളം പോലെ തോന്നുകയാണെങ്കിൽ നമുക്ക് അതിൽ അരിപ്പൊടി ഇടാം, അല്ലെങ്കിൽ കോൺഫ്ലോറോ, ഇനി അതും അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ കയ്യിൽ എണ്ണ ആക്കുന്നുണ്ട്, കയ്യിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഫില്ലിംഗ് ആയിട്ട് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക, ഒന്ന് ഉരുട്ടി പരത്തിയതിന് ശേഷം. അപ്പോൾ ഫില്ലിങ് എത്ര നോക്കി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിനെ ഉന്നക്കായ എന്ന് പേര് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഉന്നക്കായ എന്താണെന്ന് അറിയാം, മലബാർ സൈഡിലുള്ളവർക്ക് അറിയായിരിക്കും. നമ്മൾ കോട്ടൺ ട്രീയിൽ ഉണ്ടാവുന്ന ആ ഒരു കായ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഉള്ളിലാണ് ഈ പരുത്തി അല്ലെങ്കിൽ കോട്ടൺ ഉണ്ടാവുന്നത്. അപ്പോൾ ആ കായയ്ക്ക് പറയുന്നതാണ് ഉന്നക്കായ എന്ന് പറയുന്നത്, ഉന്നക്കായ മരത്തിലുള്ള ഉന്നക്കായ. അപ്പോൾ അതിൻ്റെ ഷേപ്പ് ഇതാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഉന്നക്കായ എന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിൽ പല പേരുകളിലായിരിക്കും അറിയപ്പെടുന്നത്. അപ്പോൾ മലബാർ സൈഡിൽ ആ ഒരു കായയെ നമ്മൾ ഉന്നക്കായ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് ആയതുകൊണ്ടാണ് ഈ ഒരു സ്നാക്കിന് നമ്മൾ ഉന്നക്കായ എന്ന് പറയുന്നത്. ഉന്നക്കായ ഫ്രൈ ചെയ്തെടുക്കുകയാണ്, ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറ് മാറാൻ ചാൻസ് ഉണ്ട്, വെറും പഴമാണല്ലോ. അപ്പോൾ വേഗം തിരിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഷാലോ ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ചൊരു നെയ്യ് ആക്കിയിട്ടുണ്ടെങ്കിൽ, വെളിച്ചെണ്ണയുടെ കൂടെ നെയ്യ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കൂടും. നമുക്കെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫില്ലിങ്ങിൽ ചേർത്തതുപോലെ ഡേറ്റ്സ് ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് വേറെ എന്തൊക്കെ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ബദാമും പിസ്തായും ഒക്കെ ചേർക്കാവുന്നതാണ്.
പിന്നെ അതുപോലെ തന്നെ മുട്ട ചേർത്ത് ചെയ്യും. അങ്ങനെ ഫില്ലിങ്സ് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിക്കൊടുക്കും. ട്രഡീഷണലായി ചെയ്യുമ്പോൾ ശരിക്കും തേങ്ങ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പഞ്ചസാരയും ചേർത്ത് അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുക. ഇതുപോലെ സ്പെഷ്യൽ ഒക്കേഷൻസിലും ഒക്കെ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ നോമ്പ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ ഒരു നോമ്പ് തുറ വിഭവമായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻസായിട്ട് അറിയിക്കുക. ഇനിയിപ്പോൾ കമൻസായിട്ട് ഇടാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തെങ്കിലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.